എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹീറോയുടെ സ്കോർ കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ വണ്ടറടിച്ച് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ ചപ്രത്തലേനും ഐസ്മാനും അവരങ്ങനെ മുരച്ച് മുരച്ച് ഹീറോയെ നോക്കി നിൽക്കും. അതേസമയം ചുന്ദരി ടീച്ചർ ഇപ്പൊ നെക്സ്റ്റ് ബാറ്റിലിന്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങും. 2-3 പേര് ചേർന്ന് ഒരാളെ എടുത്തുയർത്തണം. ആള് കഷ്ടപ്പെട്ട് കളിച്ച് തനിക്ക് കിട്ടുന്ന പോയിന്റ്സ് എല്ലാം തന്നെ കഴുത്തില് ഒന്നൊന്നായിട്ട് ഇടണം. അങ്ങനെ കൂടുതൽ പോയിന്റ്സ് അതാരാണോ നേടുന്നത് അവരായിരിക്കും ഈ ഒരു ബാറ്റിൽ ജയിക്കുക. ഇതില് ഓരോരുത്തർക്കുള്ള സൂപ്പർ പവർ അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഇതിലെ റിസ്ക് അത് വളരെ കൂടുതലാണ്. ഓപ്പോസിറ്റ് ഉള്ള ടീമിന് വേണമെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സ് അത് അടിച്ചു മാറ്റാൻ കഴിയും. ആരും തന്നെ ബാറ്റിലിനിടയില് പരസ്പരം ഫൈറ്റ് ചെയ്യാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ പാടുള്ളതല്ല. ഈ ഒരു ഗെയിമിന് നിങ്ങൾക്ക് 15 മിനിറ്റ് സമയം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടീം അത് തെരഞ്ഞെടുക്കാം. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. കാരണം അവന്റെ കയ്യില് ഓൾറെഡി ഇപ്പൊ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ്സിനെ സേവ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ആയിരിക്കണം അവന്റെ ഗ്രൂപ്പിൽ വേണ്ടത്. കട്ട് ചെയ്താ ഇപ്പൊ ബ്രേക്ക് റൂമില് സെക്യൂരിറ്റീസ് ആയിട്ട് നിന്ന സൂപ്പർ ഹീറോസ് ആവട്ടെ, അവര് ഫൈറ്റ് ചെയ്ത കഥ, വില്ലന്മാരെ പിടിച്ച കഥ, അങ്ങനെ ഓരോരോ കഥകളായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇപ്പൊ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രൗണ്ടില് ഇപ്പൊ ചപ്രത്തലയിന് ചുറ്റും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും ഇപ്പൊ അവനോട് അവന്റെ ടീമിൽ ചേർക്കാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ചപ്രത്തലേനാണെങ്കിൽ അവരുടെ ഒന്നും പവർ അതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിനാ ചോപ്പം പറയും, എനിക്ക് നല്ല ബോഡിയാണ്, ഞാൻ നല്ല സ്ട്രോങ് ആണ്, നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്റെ ടീമില് ഒരു മെമ്പർ ആവാം. നമ്മൾ 2 പേരും ചേരുകയാണെങ്കിൽ ഇസുക്ക് പയ്യന്റെ ഫുൾ പോയിന്റ്സും നമുക്ക് അടിച്ചെടുക്കാം. അത് കേൾക്കേണ്ട താമസം ചപ്രത്തലയൻ അവനെ ടീമിലെടുക്കും. മറ്റൊരു ഭാഗത്ത് ഇസുക്ക് പയ്യൻ അവനാ ഒരുപാട് കൈയുള്ളവന്റെ പിന്നാലെ നടക്കുകയാണ്. പ്ലീസ് 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 ദയവ് ചെയ്ത് നിന്നെ എന്റെ ടീമിലെടുക്ക്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം തന്റെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ മാത്രമേ ഞാൻ എൻ്റെ ടീമിൽ ചേർക്കാനായിട്ട് പാടുള്ളൂ. കാരണം മറ്റാരുടെയും പവർ ഹീറോയ്ക്ക് അറിയില്ല. ഹീറോ ചുറ്റും നോക്കും. അവനെ ആരും ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. കാരണം അവന്റെ പോയിന്റിലാണ് ബാക്കിയുള്ള എല്ലാവരുടെയും കണ്ണ്. അവൻ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് എന്റെ ഗ്രൂപ്പിൽ ചേരുവോ എന്ന് ചോദിക്കും. പക്ഷെ എല്ലാവരും അവനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമാവും. അപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് ഹീറോയുടെ അടുത്തേക്ക് വരും. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നിന്റെ ടീമില് ഞാൻ കൂടെ ചേർന്നോട്ടെ. അത് കേൾക്കുമ്പോ ഹീറോ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ അവർ 2 പേരും സെറ്റായിട്ട് ഇപ്പൊ കണ്ണാടിപ്പയ്യന്റെ അടുത്ത് വരും. അവനോട് ചോദിക്കും, നിനക്ക് നല്ല പവറല്ലേ, ഒരുപാട് സ്പീഡില് നിനക്ക് ഓടാൻ കഴിയില്ലേ, മാത്രമല്ല നമ്മളെല്ലാവരും ഒരേ ക്ലാസ് അല്ലേ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേർന്നൂടെ എന്ന് ഇപ്പൊ നമ്മുടെ 2 ആൾക്കാരും ചോദിക്കും. അതിനവൻ പറയും, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷേ ഞാൻ നിന്നെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഒരിക്കലും ജയിക്കാനായിട്ട് കഴിയില്ല. നിനക്ക് നല്ല പവറുണ്ട്, കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ നീയുമായിട്ട് മത്സരിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവനിപ്പോ ടോഡറോക്കയുടെ ടീമിൽ ചേരും. അപ്പ പിങ്കി തലച്ച് അവളിപ്പോ ഹീറോയുടെ നേർക്ക് വരും. അവള് പറയും, നിന്റെ ഗ്രൂപ്പിൽ ചേരാൻ ഞാൻ റെഡിയാണ്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. മാത്രമല്ല എല്ലാവരുടെയും അറ്റൻഷൻ അത് ഹീറോയിലാണ്. അതുകൊണ്ട് തന്നെ അവളെയും മറ്റുള്ളവർ ശ്രദ്ധിക്കും. അതിലൂടെ അവളുടെ ഗാഡ്ജറ്റ്സിന് വലിയ പബ്ലിസിറ്റി കിട്ടും. ഇവിടെ ഹീറോ അവസാനത്തതും 4ാമത്തതുമായ മെമ്പറിന് വേണ്ടി അന്വേഷിക്കുകയാണ്. അപ്പൊ ഒരാള് ഇപ്പൊ ഹീറോയുടെ ചുമലിൽ കൈവെക്കും. അപ്പൊ അതേസമയം ഇപ്പൊ സൈറൻ മുഴങ്ങും. ഗ്രൂപ്പുകളെല്ലാം റെഡി ആയിട്ട് ഗെയിമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹീറോയുടെ ടീമിലെ 4ാമത്തെ മെമ്പർ അത് മറ്റാരുമല്ല, ആ കാക്കത്തലയൻ. കണ്ണാടിപ്പയ്യന്റെ ടീമില് ലിഡ, ടോമിലോറി എന്നിങ്ങനെ അടിപൊളി പവറുള്ള ഒരുപാട് പേര്. ഇപ്പൊ മാച്ച് അത് സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. ആ സമയത്ത് ഓരോ ടീംസിന്റെയും പോയിന്റ് ഇപ്പൊ കൃത്യമായിട്ട് ബോർഡിൽ കാണിക്കാൻ തുടങ്ങും. 3, 2, 1 മാച്ച് സ്റ്റാർട്ടായ ഉടനെ ഇപ്പൊ എല്ലാവരും ഹീറോയെ നോക്കി പാഞ്ഞടുക്കാണ്. ഹീറോ അത് കണ്ടുടനെ അവന്റെ ടീംമേറ്റ്സിനോട് പറയും, ഇനി ഒന്നും നോക്കാനില്ല, 19ാമത്തെ അടവ് ഓട്ടം, എല്ലാവരും ജീവനം കൊണ്ട് ഓടിക്കുമെന്ന് പറയുമ്പോ ഹീറോയും തൂക്കി അവരെല്ലാവരും മുൻപോട്ട് ഓടും. പക്ഷെ അപ്പോഴേക്കും ഏതോ ഒരുത്തൻ ഇപ്പൊ ഹീറോയെ അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. പക്ഷെ ഹീറോ വിട്ടുകൊടുക്കില്ല. അവൻ പിങ്കി തലച്ചിയുടെ ആ ഒരു ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് അവനെ തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ മുൻപോട്ട് ഓടാൻ ശ്രമിക്കും. അപ്പൊ ജിറോ പയ്യൻ അവൻ പിന്നാലെ വന്ന് ഹീറോയെ പിടിച്ചു വെക്കാണ്. പക്ഷെ കാക്കാത്തലയൻ അവനിപ്പോ ജിറോ പയ്യനെ കറക്കി നിലത്തടിക്കും. ഡോറപ്പണ്ണാവട്ടെ ഉടനെ ഹീറോയെ ടച്ച് ചെയ്ത്
അവനെ ഗ്രാവിറ്റിയിൽ പറത്താണ്. ഹീറോ കാക്കാത്തലേന് താങ്ക്സും പറഞ്ഞ് ഇപ്പൊ ഹായ് ആയിട്ട് മുൻപോട്ട് പോവും. പിങ്കി പെണ്ണാണെങ്കില് നമ്മുടെ ഹീറോയ്ക്ക് ആവശ്യമുള്ളപ്പോ അവന് ഗാഡ്ജറ്റ്സ് കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇൻവിസിബിൾ ഗേള് അവളുടെ ഹെയർ ബാൻഡ് അതിപ്പോ മിസ്സായിട്ട് ചുറ്റും നോക്കുകയാണ്. അപ്പൊ വേറൊരുത്തൻ അത് സ്റ്റൈലായിട്ട് അടിച്ചു മാറ്റി അതിപ്പോ അവന്റെ കയ്യിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസുക്കി ആണെങ്കില് ഇപ്പൊ അറഞ്ചം പൊറഞ്ചം ഫൈറ്റ് ചെയ്യാണ്. അവന് ചുറ്റും ആ സ്റ്റീൽ മാൻ, ചോപ്പൻ അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ ചറപറ അടി ഇടി ബഹളം. ഡോറ കഷ്ടപ്പെട്ട് ഹീറോയെ മുകളിലേക്ക് പറത്താൻ ശ്രമിക്കും. പക്ഷെ അവന്റെ കാല് അതാ വയലറ്റ് തലേന്റെ ബോളിൽ തട്ടി ഇപ്പൊ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ ഇവിടെ വന്നു പറഞ്ഞ് ഹീറോ ചിന്തിക്കുമ്പോഴായിരിക്കും ആ ഒരുപാട് കൈയുള്ളവന്റെ രണ്ട് കൈകൾക്കും ഇടയില് നമ്മുടെ തവളച്ചേച്ചിയും വയലറ്റ് തലേനും ഒളിച്ചിരിക്കുകയാണ്. അവരവിടെ നിന്നാണ് ഈ ഒളിയാക്രമണം നടത്തുന്നത്. വയലറ്റ് തലേൻ അവൻ ബോൾസ് വലിച്ചെറിയുമ്പോ തവളപ്പെണ്ണ് അവള് നാവ് ഉപയോഗിച്ച് ഹീറോയുടെ റിങ്സ് അതെടുക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെ പോയാ അത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് പിങ്കി പെണ്ണാവട്ടെ എന്റെ ഗാഡ്ജറ്റ്സ് പോയാലും കുഴപ്പമില്ല, ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഹീറോയുടെ കാല് വലിച്ചെടുത്ത് ഇപ്പൊ മുകളിലേക്ക് ഉയർത്തും. പക്ഷെ അപ്പോഴേക്കും ചപ്രത്തലയൻ അവൻ ചാടി വന്ന് അടിക്കാൻ നോക്കും. അപ്പൊ അതേ സമയം വീഴാണ് അവന്റെ തലക്കൊരടി. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ കാക്കത്തലയൻ. അങ്ങനെ ഒരു വിധത്തില് ഹീറോ വീണ്ടും എസ്കേപ്പ് ആയിട്ട് മുൻപോട്ട് ഓടും. ഡോറയ്ക്കാണെങ്കില് ഇപ്പൊ ഒരുപാട് നേരം അവളുടെ പവർ ഉപയോഗിക്കാൻ കഴിയില്ല. അതും പോരാഞ്ഞ് കുറച്ച് ഗാഡ്ജറ്റ്സ് അവളുടെ കയ്യിലുണ്ട്. അതെല്ലാം കൂടെ ഒറ്റയ്ക്ക് അവളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. പുറത്താണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ് കണ്ട് കാണികൾ എല്ലാവരും ഇപ്പൊ കൈ കൊട്ടിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് ബാറ്റിൽ കംപ്ലീറ്റ് ആവുമ്പോ ഇപ്പൊ അവരുടെ സ്കോർ നോക്കും. അതിലെപ്പോഴത്തേതും പോലെ ഹീറോ അവന് ഫസ്റ്റ് റാങ്ക് തന്നെയുണ്ട്. പക്ഷെ എന്താ നമ്മുടെ ചപ്രത്തലയൻ അവന്റെ സ്കോർ മാത്രം 0 ആണ്. അവന്റെ പോയിന്റ്സ് എല്ലാം വേറൊരുത്തൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് അടിച്ചു മാറ്റി. ചപ്രത്തലയനാണെങ്കിൽ ആരാണ് തന്റെ പോയിന്റ് അടിച്ചു മാറ്റിയതെന്ന് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ ഒരു ചുന്ദരൻ ഇപ്പൊ അവനെ നോക്കി ഇളിച്ചു കാണിക്കും. ചപ്രത്തലയന് കലി കയറി നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്റെ പോയിന്റ്സ് അതെനിക്ക് തിരിച്ചുതാ. അതിനവനാവട്ടെ ഇപ്പൊ ചപ്രത്തലേനെ പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ അവനെ വീണ്ടും വീണ്ടും കളിയാക്കും. ഈ ചുന്ദരനാണെങ്കിൽ ഓരോരുത്തരെയും ഫോളോ ചെയ്ത് അവരുടെ പവറുകള് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി. അങ്ങനെയാണ് ശക്തി മാത്രമുള്ള നമ്മുടെ ചപ്രത്തലേന്റെ പോയിന്റ്സ് അവൻ അടിച്ചു മാറ്റിയത്. കട്ട് ചെയ്ത ഹീറോയ്ക്ക് മനസ്സിലാവും ബി ഡിവിഷനിലെ സ്റ്റുഡൻസ് അവർ വളരെ പവർഫുൾ ആണ്. എന്തെങ്കിലും ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചാൽ മാത്രമേ അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയൂ. ഹീറോ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുമ്പോ ഇപ്പൊ അവർക്കൊരു ബ്രേക്ക് കൊടുക്കും. അപ്പോഴായിരിക്കും ഹീറോ കാണുക അവന്റെ തൊട്ടു മുൻപില് ആ ഐസ് പയ്യൻ. അവനിപ്പോ ഹീറോയെ നോക്കി ഹീറോയുടെ തൊട്ടടുത്ത് നിൽക്കാണ്. അവൻ ഹീറോയോട് പറയും നിന്റെ 1 മില്യൺ പോയിന്റ് അത് ഞാനാണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോയുടെ തൊട്ടടുത്തേക്ക് ഇപ്പൊ പാഞ്ഞടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.